ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇഷ്ടമായാൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 തണ്ട് കറിവേപ്പില, 1 ഉണക്കമുളക്, പാകത്തിനുപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 കപ്പ് നാളികേരം ചേർത്ത് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അവിടെ മൂടി വെക്കാം. മറ്റൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 7 അല്ലി വെളുത്തുള്ളി, 4 ഉണക്കമുളക് എന്നിവ ചേർത്ത് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത ശേഷം 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കും. 1/4 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, പാകത്തിനുപ്പ്, 1 ചെറിയ കഷ്ണം പുളി, 1/2 ടീസ്പൂൺ ശർക്കര ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. വഴറ്റിയെടുത്ത തക്കാളി ചൂടാറാനായി മാറ്റി വെക്കാം. നേരത്തെ കുഴിച്ച മാവ് ഉരുളകളായോ പിടി പിടിച്ചോ സ്റ്റീമറിലേക്ക് നിരത്തി കൊടുക്കുക. 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മസാല കൊഴുക്കട്ട ഇവിടെ റെഡിയായി. ചൂടാറിയ തക്കാളി കൂടി അരച്ചെടുത്താൽ അടിപൊളി ചട്നി റെഡി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക.